നമസ്കാരം. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഔചിത്യമുള്ള സമീപന ശൈലി സ്വീകരിക്കുന്നതിന്റെ വെളിച്ചത്തിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിലും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി തൊഴിൽ മേഖലകളിൽ പ്രത്യേകിച്ചും വ്യാപാര വിതരണ മേഖലകളിൽ വന്നു തുടങ്ങുവാനും ഇതിന്റെ ഉപവിഭാഗങ്ങൾ തുടങ്ങി അതിലും നേട്ടങ്ങൾ കണ്ടു തുടങ്ങുവാനും സാധ്യതയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഇനിയും പണം മുതൽ മുടക്കിയിട്ട് വിപുലീകരിക്കാൻ തീരുമാനിക്കുമെങ്കിൽ പോലും ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്യാവൂ എന്ന നിർദ്ദേശം സ്വീകരിക്കുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നായിരിക്കുക. പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിലും പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അബദ്ധമായി തീരുവാനിടയുണ്ട്. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും സന്നദ്ധതയും അവസരവും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനിടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് മാർച്ച് മാസത്തിൽ പഠനം പൂർത്തീകരിച്ച് ഒരുപക്ഷെ മെയ് മാസത്തിലെ നല്ല ജോലി ലഭിക്കുകയുള്ളൂ. താൽക്കാലികമായിട്ടുള്ള ജോലിക്ക് പ്രവേശിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ ഫലങ്ങൾ അനുഭവത്തിൽ വന്നു ചേരും. ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടയുണ്ട്. അറിവുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളോ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കർമ്മമണ്ഡലങ്ങളെല്ലാം തന്നെ തിരിച്ചു വരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. ഈശ്വര പ്രാർത്ഥനകളാലും കഠിന പ്രയത്നത്താലും കർമ്മമണ്ഡലങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ 6-7 മാസമായിട്ട് ജീവിത നിലവാരം വർദ്ധിക്കുകയും ഇനി വിസ്തൃതിയുള്ളൊരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ ഭൂമി കണ്ടെത്തുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും. ബന്ധുമിത്രാദികളുടെ സഹായ അഭ്യർത്ഥന നിരസിക്കുന്നത് വഴി അവരിൽ നിന്നും വിരോധാവസ്ഥകൾ വന്നു ചേരുവാനിടയുണ്ട്. അന്യദേശത്ത് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ കഴിഞ്ഞ 9 മാസമായിട്ട് ജോലിയോടൊപ്പം പഠിക്കുന്നതിന്റെ ആ ഉപരിപഠനത്തിന്റെ കോഴ്സുകളൊക്കെ ചെയ്യുന്നതിന്റെ നേട്ടം എന്ന നിലയിൽ തന്നെ മെയ് മാസത്തിലൂടെ തന്നെ നല്ല ജോലി ലഭിക്കും എന്ന ധാരണയോടുകൂടി തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകുവാനും അതിൽ ഇന്റർവ്യൂ അവസരങ്ങൾ വന്നു ചേരുവാനും മാർച്ച് മാസത്തിൽ തന്നെ യോഗമുണ്ട്. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനിടവരും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ വ്യാപാര സമുച്ചയം പണിതാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിലും വ്യാപാര സമുച്ചയം സമീപത്തുള്ള വ്യാപാര സമുച്ചയം തന്നെ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കാത്തതിനാൽ തൽക്കാലത്തേക്ക് ഈ പദ്ധതികളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗമുണ്ട്. ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കൾ മാർച്ച് മാസത്തിൽ അവധിയെടുത്തു വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. പല വിധത്തിലുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പലതിലും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിലും വിവേചന ബുദ്ധിയും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ കാര്യങ്ങളെല്ലാം നിവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധമായി തീരുവാൻ ഇടയുണ്ട്. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കും. പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിനുള്ളൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ സാധ്യത കാണുന്നു. ആധുനിക സംവിധാനവും പ്രായോഗിക വശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ആർഭാടങ്ങൾക്ക് സ്വയമേവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട്
വളരെയധികം നിയന്ത്രണം വേണ്ടി വരുവാനിടയുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള ഊഹാപോഹങ്ങളും വന്നു ചേരുമെങ്കിലും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി എല്ലാ വിധത്തിലുള്ള ഈ അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടയുണ്ട്. അനൌദ്യോഗികമായിട്ട് മേലധികാരികളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് യാത്രകൾ വേണ്ടി വരുവാനും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനും സാധിക്കും. കാർഷികമായിട്ടുള്ള മേഖലയിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനിടയുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. പലപ്പോഴും നിലവിലുള്ള ഗ്രഹത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറവുള്ളതിനാലും പണം നിലനിൽക്കാത്തതിനാലും വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സജീവമായി പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ പരീക്ഷയിൽ എഴുതുവാൻ സാധിക്കുന്നത് വഴിയും ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ഇതാണ് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ധാരാളം വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചു വരുവാൻ സാധിക്കുകയുള്ളൂ. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. കഴിഞ്ഞ മെയ് മാസം മുതൽ തന്നെ തൊഴിൽ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാവുകയും വിസ്തൃതിയുള്ള ഒരു വീട് വാങ്ങിക്കുവാനായിട്ട്, അതായത് പണി ചെയ്തു വരുന്ന ഗൃഹസമുച്ചയത്തിലെ ഗൃഹം വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും ഏറെക്കുറെ തൃപ്തിയായിട്ടുള്ള ഒരു വീട് കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. നിശ്ചയദാർഢ്യത്തോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുകൂലമായിട്ടുള്ള വിജയത്തിന് വഴിയൊരുക്കും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്നതിനേക്കാൾ നല്ലത് സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ ഏറ്റെടുക്കുന്ന കരാർ ജോലികളുടെ ഉപവിഭാഗമായിട്ട് ഏറ്റെടുക്കുവാനും അത് പൂർത്തീകരിക്കാൻ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുവാനും ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം കഴിഞ്ഞ 7-8 മാസമായി പരിശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഒരുമിച്ച് തൃപ്തിയായിട്ടുള്ള ജോലി അല്ലാത്തത് കൊണ്ടായിരുന്നു പോവാനിരുന്നത്. ഈ മാർച്ച് മാസത്തിൽ തന്നെ തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കൾ വരുത്തി വെച്ച പല വിധത്തിലുള്ള അബദ്ധങ്ങളെ തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് അവധിയെടുത്ത യാത്രകൾ വേണ്ടിവരും. സ്വല്പം അധിക ചെലവ്, പണച്ചെലവ് അനുഭവപ്പെടുവാനും ഇടയുണ്ട്. പുരാണം, ഇതിഹാസം, ഭാരതീയ ശാസ്ത്രങ്ങൾ എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് പല വിധത്തിലുള്ള മിഥ്യാധാരണകളെയും അതിജീവിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഉന്നതരുടെ ശുപാർശയിൽ തൃപ്തിയായിട്ടുള്ള ഉദ്യോഗത്തിന്, തൃപ്തിയായിട്ടുള്ള പദവിയോടുകൂടി അല്ലെങ്കിൽ തസ്തികയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുവാനും ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ തയ്യാറാകുവാനും ഇടയുണ്ട്. സത്യാവസ്ഥ ബോധിപ്പിക്കുന്നത് വഴി മിഥ്യാധാരണകൾ ഒഴിവാക്കുവാനും ഔദ്യോഗിക തലത്തിൽ അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റത്തിനും യോഗം കാണുന്നുണ്ട്. വിതരണ വിപണന മേഖലകളിൽ കഴിഞ്ഞ 7-8 മാസമായിട്ട് വന്നു ചേർന്നിട്ടുള്ള ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുന്നതിന്റെ വെളിച്ചത്തിൽ പുതിയ പ്രചരണ രീതികൾ അവലംബിക്കുവാനും അതിൽ നിത്യവും അതിൻ്റെ അവസരങ്ങളും അന്വേഷണങ്ങളൊക്കെ വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ അതിന് തത്തുല്യമായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കുവാനും സാധ്യതയുണ്ട്. ഉത്സാഹത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും.
വാതനാഡി ഉഷ്മരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും അതിന് തക്കവണ്ണമുള്ള വൈദ്യപരിശോധന നടത്തുവാനും പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾക്കും തയ്യാറാകുവാൻ ഇടയുണ്ട്. ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാനും പണം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സഹായത്തിനും യോഗം കാണുന്നുണ്ട്. പലപ്പോഴും വേണ്ടപ്പെട്ടവർ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ അവസരം വന്നു ചേരും. സ്വഭാവവിശേഷത്താൽ പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. തൃപ്തികരമായിട്ടുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. നിലവിലുള്ള വാഹനം മാറ്റി വാങ്ങുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ഒരുപക്ഷെ ഈ മാർച്ച് മാസത്തിൽ തന്നെ അതിന്റെ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സമർപ്പിക്കുവാനും ബാങ്ക് വായ്പയ്ക്ക് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. വൈവിധ്യങ്ങളും വിശേഷങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നത് വഴി പലപ്പോഴും പല ദിവസങ്ങളിലും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെയോ ചിലർക്ക് ജീവിത പങ്കാളിയെയോ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പല വിധത്തിലുള്ള അസുഖങ്ങളുടെ കാരണങ്ങൾക്കുമായിട്ട് ആയുർവേദ പ്രകൃതി ചികിത്സകളിൽ എല്ലാം തന്നെ അനുവർത്തിക്കുവാനും യോഗ പ്രാണായാമം എന്നിവ ശീലിക്കുവാനും അവസരം വന്നു ചേരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. അമിതമായിട്ടുള്ള ആവേശമാവുന്നതും ഒഴിവാക്കേണ്ടതാണ്. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലും വൈരുദ്ധ്യത വന്നു ചേരുന്നത് വഴി എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഏറ്റെടുക്കാവൂ. അമിതമായിട്ടുള്ള ആവേശം ആവുന്നതും ഒഴിവാക്കി ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം, ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം മംഗളകരമായിട്ട് പര്യവസാനിപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. ഇതാണ് തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ.